അപ്പം ഞങ്ങളിപ്പോൾ നാളെ കാലിലെ വെള്ളം കമ്മിയായ ഇന്ന് കയറ് കിട്ടിയല്ല അതേ സ്ഥലത്തിൽ ഒരുപാട് കയറ് ഇപ്പം നിന്നല്ല കൊഞ്ച കയറ് കിട്ടി ഇന്ന് ഒരു 50 മീറ്റർ കയറ് കിട്ടി അതിൻ്റെ അതേ സ്ഥലത്തിൽ ഒരു മാർക്കാക്കി നാളെ കാലിലെ അവിടെ മണ്ണ് തോടണമെന്ന് വ്യവസ്ഥ പണമെന്ന് മുതലാൾക്ക് சொல்லிட்டு കണ്ടിപ്പാ നാളെ ഇപ്പോൾ ഒരുപാട് മഴ പറഞ്ഞുണ്ട് ഒരുപാട് റെഡ് ഒരുപാട് ബുദ്ധിമുട്ടാവും നമുക്ക് എന്ന് പറഞ്ഞാൽ മണ്ണ് മാറ്റിയില്ലെങ്കിൽ വണ്ടി കാണില്ല ഇപ്പൊ നമുക്കിപ്പൊ കയറ് എവിടെ കിട്ടി ആ സ്ഥലത്തിലെല്ലാം മണ്ണ് മാറ്റണം ആ മണ്ണ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് വണ്ടി നോക്കാനാവും ഇല്ല 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 നമ്മളിപ്പോ എപ്പായിരോ ഒരു 10 ദിവസങ്ങളിൽ നാം ഇവിടെ തന്നെ നിൽക്കിട്ട് ബേലാക്കോ ഈ ജില്ലാടലത്തെ എന്നാ ഒരു ബേലാക്കാൻ சொல்ல അങ്ങനെ നിങ്ങൾ ചെയ്യൂ സെർച്ച് ചെയ്തോളൂ ഇന്നത്തെ ദൗത്യത്തിന് ശേഷം ഈശ്വർ മാൽപ്പേ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഷെഡ്യൂളിൽ നിന്ന് പ്രേക്ഷകർ കാണുന്നത്. മാതൃഭൂമി ന്യൂസിലൂടെ ഇന്ന് വാഹനത്തിന്റെ പല ഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി വാഹനം ഉയർത്താൻ കഴിയുമോ എന്ന എല്ലാവിധ ശ്രമങ്ങളും നടത്തുകയായിരുന്നു. പക്ഷേ മണ്ണ് വലിയ കൂന പോലെ അവിടെയുണ്ട്. അത് മാറ്റാതെ വാഹനം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ല എന്നതാണ് മാൽപ്പയുടെ പ്രതികരണം. സാരംഗാണ് വിവരങ്ങളുമായി. സാരംഗ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് തോന്നുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ, അവിടുത്തെ വാർത്തകൾ, അവിടുത്തെ വിവരങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വാഹനത്തിന്റെ നിരവധി ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ കണ്ടെത്തിയ വാഹന ഭാഗങ്ങൾ അത് അർജുന്റെ വാഹനത്തിന്റെ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ? ആ ലോറി കൃത്യമായി എവിടെയെന്ന നിഗമനത്തിലേക്ക് കൂടുതൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ദൗത്യം എത്തിയിട്ടുണ്ടോ? പ്രജീഷ്, ഇന്ന് വാഹനങ്ങളുടേതായിട്ടുള്ള നിരവധി ഭാഗങ്ങളാണ് പുഴയുടെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളിൽ നിന്ന് നേരത്തെ നേവിയും മറ്റും മാർക്ക് ചെയ്ത പോയിന്റുകളിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ അതിലൊന്നും അർജുന്റെ വാഹനത്തിൻ്റെതല്ല. മുൻപ് സമാന അപകടത്തിൽ തന്നെ ഇവിടെ നിന്ന് കാണാതായ ടാങ്കർ ലോറിയുടെ വസ്തുക്കളാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്നത്.